നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടനാണ് കൃഷ്ണകുമാർ. ഇപ്പം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്നതും അതേപോലെ തന്നെ ആളുടെ ഫാമിലി ഫുള്ള് ഇൻസ്റ്റഗ്രാമിലെ ഫെയിംസ് ആണ്. അതായത് ഇൻസ്റ്റഗ്രാമിലെ താരങ്ങൾ തന്നെയാണ് ഇവരുടെ ഫാമിലി ഫുള്ള് സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഓരോരുത്തർക്കും. കൃഷ്ണകുമാറിന് 4 മക്കളും ഭാര്യയും ആണ് ഉള്ളത്. അപ്പോൾ ഭാര്യയുടെ പേരിലാണെങ്കിലും അതേപോലെ തന്നെ ഈ 4 മക്കളുടെ പേരിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലാ അക്കൗണ്ട് ഉണ്ട്. അതാണ് എല്ലാം വമ്പൻ ഹിറ്റാണ്. മില്യൺസ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ചാനൽസും ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവരാണ്. അപ്പൊ എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട അതില് ദിയ കൃഷ്ണ OBY എന്ന ഇൻസ്റ്റഗ്രാം ചാനലൊക്കെ ഉള്ള ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ഇടുന്ന ഒരു കുട്ടിയാണ്. കൃഷ്ണകുമാറിന്റെ മോളാണ്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണകുമാറും OBY ദിയ കൃഷ്ണയായിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടും സോഷ്യൽ മീഡിയയിൽ ന്യൂസായിട്ട് ഫുള്ള് നിറഞ്ഞു നിന്നത്. ഈ കൃഷ്ണകുമാറിന്റെ മകൾക്ക് ദിയ കൃഷ്ണയ്ക്ക് ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ഉള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ജോലി ചെയ്തിരുന്ന വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സാമ്പത്തിക ഇടപാടും അതേപോലെ തന്നെ തട്ടിപ്പും അതേപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ എന്നൊക്കെയുള്ള വിവാദങ്ങളും കാര്യങ്ങളായിട്ടാണ് ഈ 2 ദിവസം വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. ആദ്യം ന്യൂസ് എല്ലാം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറും അതേപോലെ തന്നെ ഈ ദിയ കൃഷ്ണയും അവിടെ ജോലി ചെയ്തിരുന്ന ജോലിക്കാരെ ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു എന്ന രീതിയിലാണ് ആദ്യം ന്യൂസ് ഒക്കെ വന്നിരുന്നത്. ന്യൂസ് എല്ലാ മീഡിയയിലും സ്പ്രെഡ് ആയതിന് പിന്നാലെ കൃഷ്ണകുമാറും അതേപോലെ തന്നെ ദിയ കൃഷ്ണയും വന്ന് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു ന്യൂസ് ചാനലിൽ. അവരാണ് പറ്റിക്കപ്പെട്ടതെന്നും അവരുടെ ജോലിക്കാരെ അവരുടെ നിന്ന് ക്യാഷ് മാസങ്ങളോളം തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നും അതേപോലെ തന്നെ ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഏതാണ്ട് ഒരു 63 ലക്ഷം രൂപ അവർ പറ്റിച്ചിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. ഇതിന്റെ പുറകെ തന്നെ ഈ ജോലിക്കാരുടെ ഈ 3 വർക്കേഴ്സിന്റെയും കൂടി ഇന്റർവ്യൂ ഇറങ്ങി. അപ്പൊ അതിൽ അവർ പരാമർശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ജാതി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും തടഞ്ഞു വെക്കുകയും അതേപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ആണ് അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേരിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. ഈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് തിരിമറി നടത്തിയിട്ടുണ്ട് ടാക്സ് വെട്ടിക്കാനായിട്ട് എന്ന രീതിയിലൊക്കെയാണ് വർക്കേഴ്സ് വന്നിട്ട് ന്യൂസ് മീഡിയയിലൊക്കെ വന്ന് പറഞ്ഞിരുന്നത്. അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഭൂരിഭാഗം ആൾക്കാരും അവർക്കെതിരെയായിട്ട് തിരിഞ്ഞു. അതായത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൃഷ്ണകുമാറും മക്കളുമായിട്ടുണ്ടായിട്ടുള്ള പല വിവാദങ്ങളും എല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വികാരം വന്നത് തന്നെ. പല കമന്റ്സിലും അതേപോലെ റിയാക്ഷൻ ചാനലിലും എല്ലാം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിറയെ വീഡിയോസ് സെക്കൻഡ്സുകൾക്കുള്ളിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പുറകെ തന്നെ അവരുടെ അതായത് കൃഷ്ണകുമാറിന്റെ വൈഫിന്റെ ചാനലിൽ തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്ന വർക്കേഴ്സിനെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് എല്ലാം അവർ റിലീസ് ചെയ്തു. അവർ മാക്സിമം അവരുടെ കയ്യിലുള്ള എല്ലാ തെളിവും തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കൃഷ്ണകുമാറിന്റെ വൈഫ് ഇട്ടിരുന്ന വീഡിയോയിൽ വ്യക്തമായി കാണാം അവരെ മാന്യമായ രീതിയിലും അതേപോലെ തന്നെ ഫ്രൂട്ടിയൊക്കെ കൊടുത്തും നല്ല രീതിക്കാണ് ചോദിച്ചിരുന്നത്. ഇടയ്ക്കൊന്ന് ദേഷ്യപ്പെടുന്നെങ്കിലും അവരെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര രൂപ തട്ടിയെടുത്തു, എത്ര നാളത്തേക്കായിരുന്നു നിങ്ങൾ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്നെല്ലാം അവർ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചെയ്തെന്ന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം കുറ്റം സമ്മതിക്കുകയും അതേപോലെ തന്നെ കുറ്റം ചെയ്തവനെ പോലെ തന്നെ മുഖം താഴ്ത്തി നിൽക്കുകയും അങ്ങനെയൊക്കെ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണായിരുന്നു. അവരെല്ലാത്തിനും സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ തെളിവെല്ലാം കൂടി വിട്ടപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിലുള്ളയും അതേപോലെ റിയാക്ഷൻ ചാനലാണെങ്കിലും ന്യൂസ് ചാനലൊക്കെ ആണെങ്കിലും എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലായി വർക്കേഴ്സ് തന്നെയാണ് പണം തട്ടിയെടുത്തെന്നും അവരത് ഇല്ലാ കഥകൾ ഉണ്ടാക്കുകയായിരുന്നെന്നും അല്ലെങ്കിൽ ആരുടെങ്കിലും പ്രൊപ്പഗണ്ട അവർ പ്ലാൻ ചെയ്ത് അവരത് ഇന്റർവ്യൂവിൽ പറയുമായിരുന്നു, ന്യൂസ് ചാനലിലൊക്കെ പറയുമായിരുന്നെന്നും എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ ഒരു ചോദ്യം എന്തെന്നാൽ ഇപ്പോൾ ഈ തെളിവ് അവരുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് എങ്ങനെയായി മാറിപ്പോയാനെ? ആളുകളെല്ലാം മുമ്പത്തെ വിധി വെച്ചോണ്ട് അതായത് മുമ്പുണ്ടായ വിവാദങ്ങളിൽ വെച്ചോണ്ട് ആസ്പദമാക്കിയിട്ട് ഈ കൃഷ്ണകുമാറിനെയും ഫാമിലിയും എല്ലാം ടാർഗറ്റ് ചെയ്താനെ. എല്ലാവരും ആ മുൻവിധിയോടെ അവരോട് സംസാരിച്ചാനെ, പെരുമാറിയാനെ. അതേപോലെ തന്നെ സൈബർ അറ്റാക്ക് തന്നെ വൻതോതിൽ നടന്നാനെ. ഈ വർക്കേഴ്സ് 3 പേര് അവർ പറഞ്ഞിട്ടുള്ള ജാതി വെച്ചിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും അതേപോലെ ഭീഷണിപ്പെടുത്തി തടഞ്ഞു വെച്ചു, ഇല്ലാത്ത ക്യാഷ് എടുത്തെന്ന് പറഞ്ഞു, ജാതി വെച്ച് അവഹേളിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു, അതേപോലെ തന്നെ വേറെന്ത് ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് പല അടവും അവർ കാണിച്ചു എന്നൊക്കെ അവര് മീഡിയസിൽ വന്ന് പറയുന്നത് എല്ലാവരും അപ്പടി വിശ്വസിച്ചാനെ. ആ രീതിയിൽ തന്നെ അറ്റാക്ക് തുടർന്നു തന്നെ. എന്തോ ഒരു ഭാഗ്യത്തിന് അവര് അതിന്റെ തെളിവ് കറക്റ്റ് ഡിജിറ്റൽ രൂപേണ അവരെടുത്തു വെച്ചത് അവർക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതൊരു ഗുണമായി എന്നത് തന്നെ പറയാം. അല്ലായിരുന്നെങ്കിൽ
നല്ല രീതിക്ക് സൈബർ അറ്റാക്ക് അവർ നേരിടേണ്ടി വന്നേനെ. കാര്യം ഇപ്പോഴത്തെ ആ ഒരു വ്യൂവേഴ്സിന്റെ ഒരു രീതി അതാണ്. അവർ മുൻവിധിയോടെ അല്ലെങ്കിൽ പൂർണ്ണമായി എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു ഉടഞ്ഞ് ചാടി ഓരോ കമന്റ് ചെയ്യുക, മുൻവിധിയോടെ പെരുമാറുക, സംസാരിക്കുക, കമന്റ് ചെയ്യുക, റിയാക്ഷൻ ചാനലുകാരാണെങ്കിൽ അങ്ങനെ നടത്തുക, റിയാക്ഷൻ ചെയ്യുക എന്നുള്ള രീതിയാണ് ഇപ്പം അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെയാണ് നല്ല ആക്റ്റീവാണ്. ഇവരെ ബേസ് ചെയ്ത് കുറെ വിവാദങ്ങൾ ഉണ്ടായതും പ്രശ്നം അത് അവർക്ക് മുൻകൂട്ടി തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി മുൻധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സേഫ് ആയിരിക്കും, ഇത് എടുത്തു വെക്കണം എന്നുള്ള, അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല അവിടെ ഓൾറെഡി ക്യാമറാസ് എല്ലാം കാണുമായിരിക്കും, എടുത്തു വെക്കണം എന്നുള്ളൊരു മുൻധാരണ ഉണ്ടായതിന്റെ പേരിലായിരിക്കും അവരെടുത്തത്. കാര്യം അവർക്കറിയായിരിക്കും ഇത് പിന്നീട് പ്രശ്നമായാലും അവരെ ബാധിക്കുന്ന കാര്യമായിരിക്കും. പിന്നെ അത് മാത്രമല്ല എല്ലാവരും ഇൻസ്റ്റാഗ്രാം ചാനലുള്ളവരാണ്, യൂട്യൂബ് ചാനലുള്ളവരാണ്, അവരൊരു സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായതുകൊണ്ട് അത് അവര് എന്തായാലും അത് ഡിജിറ്റലൈസ് ചെയ്യുമെന്ന് നല്ല ഉറപ്പാണ്. ഇതിന്റെ തെളിവ് ഇത് മാത്രമല്ല വിട്ടേക്കുന്നത്. ഇപ്പൊ ദിയ കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റാറ്റസിലൂടെയൊക്കെയും മന്ത്ലി സെയിൽ അറൌണ്ട് ഒരു 7 to 9 lakhs വരെയൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് മന്ത്ലി സെയിൽ നടക്കുന്നുണ്ട് അവരുടെ ഷോപ്പിൽ. അപ്പം ഓൺലൈനും ഓഫ്ലൈനും എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ അത് നടക്കുന്ന ഒരു ഷോപ്പാണ് അവരുടേത്. അപ്പൊ അത് ഡീറ്റെയിൽ വിട്ടിട്ടുണ്ട്. അപ്പൊ അവർ ഈ 63 ലക്ഷം, എനിക്ക് തോന്നുന്നില്ല 63 ലക്ഷം ഒക്കെ കാണുമെന്ന്, ഏകദേശം ഒരു ധാരണയിൽ അവർ പറഞ്ഞായിരിക്കും. കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എത്ര രൂപ ഇവർ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. കാര്യം അവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാന്ന്. കാര്യം ഇവർ സ്റ്റോക്ക് വാങ്ങി വെക്കുന്നത് ഇവരത് മറച്ചു വെക്കുമായിരുന്നു വേറെ ഹോൾസെയിലായിട്ടും. അപ്പം ഈ സ്റ്റോക്കിന്റെ റേറ്റ് ഉൾപ്പെടെയാണ് ഇവരത് വിറ്റുന്നത്. അവരുടെ ലാഭം, അവർക്ക് കിട്ടിയിരുന്നത് ലാഭം, മനസ്സിലായി, പ്രോഫിറ്റ് മാത്രമല്ല, അവർക്ക് ആ സ്റ്റോക്കിന്റെ ഫുള്ള് റേറ്റും പ്ലസ് പ്രോഫിറ്റ് ഉൾപ്പെടെയാണ് ഇവർക്ക് കിട്ടിയിരുന്ന പ്രോഫിറ്റ്. അപ്പം അതുകൊണ്ട് അവർക്ക് എത്ര എമൗണ്ട് വരുമെന്ന് അവർക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ധാരണയായിട്ടൊരു എമൗണ്ട് ആയിരിക്കും പറഞ്ഞത്, ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആയിരിക്കും പറഞ്ഞത് കേസ് കൊടുത്തേക്കുന്നതും. അതിനകത്തുള്ളതായിരിക്കും മാക്സിമം എമൗണ്ട് ഇട്ടായിരിക്കും അവർ പറയുന്നത്, അതിനകത്തുള്ള എമൗണ്ട് ആയിരിക്കും പറ്റിച്ചിരിക്കുന്നത്. ഞാനിതിൽ ആദ്യമേ റിയാക്ട് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു തെളിവ് വരട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഏതെങ്കിലും ഒരു തെളിവായിട്ടോ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടേ നമുക്കൊരു കാര്യത്തെ പറ്റി റിയാക്ട് ചെയ്യാനായാലും ഒരു കാര്യത്തെ പറ്റി നമുക്ക് അഭിപ്രായം പറയാനും പറ്റത്തുള്ളൂ. സ്റ്റാർട്ടിങ്ങേ കയറി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ആയ ഉടനെ നമുക്ക് ആദ്യമേ കയറി ഇത്ര രൂപ പറ്റിച്ചു അല്ലെങ്കിൽ ഇന്ന ആൾ ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തെങ്കിലും ഒരു തെളിവ് വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യത്തുള്ളൂ. മിക്ക റിയാക്ഷൻ ചാനലുകാരും ആദ്യമേ ന്യൂസ് കേട്ട ഉടനെ ചാടി വ്യൂസിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് പിന്നെ അത് മാറ്റി വീണ്ടും വേറെ രീതിയിൽ റിയാക്ട് ചെയ്ത്, അപ്പൊ അങ്ങനെ ഒരു ഇത് വ്യൂസിന് വേണ്ടി മാത്രമല്ല, നമ്മളൊരു കാര്യം റിയാക്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് അത് സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ പൂർണ്ണമായ ഉദ്ഘാടന കിട്ടിയതിനു ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിഫലം എന്നല്ല, ഇതിന്റെ ഒരു റിഫ്ലക്റ്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സൈബർ അറ്റാക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം കേസ് കൊടുത്തവരാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണല്ലോ, ഏത് രീതിയിലാണെങ്കിലും അത് വേറൊരു രീതിയിൽ സൈബർ അറ്റാക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, മാക്സിമം ഒരുവിധം നല്ല പ്രൂഫൊക്കെ കിട്ടി അല്ലെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം റിയാക്ട് ചെയ്യുക, ചാടിക്കറി വ്യൂസിന് വേണ്ടി റിയാക്ട് ചെയ്യാതിരിക്കുക. എന്തായാലും വർക്കേഴ്സ് നല്ല രീതിയിൽ അവരെ പറ്റിച്ചിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറ്റിച്ചേക്കുന്നത്. കാര്യം ഇവരെ ജോലിക്ക് എടുത്തതിന് ശേഷം ഇവർ മൂന്നുപേരും ബന്ധുക്കാർ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കൾ തന്നെയാണ്. ആദ്യം എടുത്ത കുട്ടിയുടെ ബന്ധുക്കാരൻ കണ്ടാണ് പിന്നെ രണ്ടുപേര് ജോയിൻ ചെയ്യിപ്പിച്ചത്. ഈ ദിയ കൃഷ്ണ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, വിശ്വാസം അവർ നേടിയെടുത്തതാകാം, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം എല്ലാ പ്രോഗ്രാമിലും കൂടെ നിർത്തി, എല്ലാ കാര്യത്തിലും കൂടെ നിർത്തുകയും ചെയ്തിരുന്നു. ഒന്നും വിളിച്ച് അധികം ഒന്നും തിരക്കുകയൊന്നും ചെയ്യത്തില്ല. ഷോപ്പ് അതായിരിക്കും ഫുള്ളായിട്ട് ഏൽപ്പിച്ചിട്ട് പോയത് ഒന്ന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമേ ഒന്നോ രണ്ടോ, ദിയ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, 1-2 കുറ്റമൊക്കെ ഇതൊക്കെ തട്ടിപ്പൊക്കെ നടത്തിയായിരുന്നു ചെറിയ രീതിയിൽ, 1000 രൂപ അതിനകത്തുള്ള. അപ്പം അതൊക്കെ നടത്തിയപ്പോഴത്തേക്കും വലിയ മൈൻഡ് ചെയ്തില്ല, ചെറിയൊരു എമൗണ്ട് അല്ലേ എന്നും പറഞ്ഞു വിട്ടു. അപ്പൊ അതിൽ നിന്ന് ഇവർക്ക് പ്രചോദനമായി കാണും, ചെറിയ എമൗണ്ട് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നിന്ന് വലിയ വലിയ എമൗണ്ടിലോട്ട് പോയി, വലിയ വലിയ രീതിയിലേക്ക് പോയി. അങ്ങനെ ആയിരിക്കാം ചിലപ്പം ഇതിന്റെ വ്യാപ്തി കൂടി വന്നത്. ഇവർ നല്ല അറിവോടെ തന്നെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ഒരു എമൗണ്ട് കൈപ്പറ്റി കഴിഞ്ഞാൽ അവർ ഡിവൈഡ് ചെയ്ത് എടുക്കുകയും പിന്നീട് അതിലും മേളിൽ പ്ലാൻ ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ആദ്യമേ അവിടെയുള്ള സ്റ്റോക്കുകൾ വിറ്റ് കമ്മീഷൻ എടുക്കുകയും എക്സ്ട്രാ അല്ലാതെ വിൽക്കുകയും പിന്നെ ഇത് ഹോൾസെയിൽ മറിച്ച് വിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്താണ് ഇവര് അതിന്റെ മൊത്തം ലാഭം കൈപ്പറ്റിയിരുന്നത്. ഇതിലൊരു കുട്ടി നല്ല രീതിക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയും വീട് വെക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. ഇതിന്റെ ബന്ധുക്കാരൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവർ നല്ല നിലയിലായി, നല്ല സാലറി ഒക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ മറ്റുള്ളവരടുത്ത് പറഞ്ഞേക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. അത് അല്ലാതെ അറിഞ്ഞതാണ്, തെളിവൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ദിയ കൃഷ്ണൻ ഈ കാര്യം തട്ടിപ്പിനിരയായി എന്ന് ആദ്യം അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കസ്റ്റമർ ദിയയ്ക്ക് മെസ്സേജ് അയക്കുകയും ആളിപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു മെസ്സേജ് അയക്കുകയും ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ അവർ തമ്മിൽ മിണ്ടിയപ്പോഴാണ് അറിയുന്നത് ദിയയുടെ കടയിൽ നിന്ന് ഹോൾസെയിൽ വാങ്ങിയിട്ട്
അവര് വെളിനാട്ടിൽ എവിടെയാണ്, UK-ലോ US-ലോ കണ്ടാന്ന് തോന്നുന്നു, അവരവിടെ വിൽക്കുകയും അത് നല്ല ഹിറ്റായി. അപ്പൊ ഇനി അവർക്ക് വേണം, അത് അവർ ഫസ്റ്റ് ഓർഡർ അവരുടെ 55,000 രൂപയുടെ ഓർഡറാണ്. അപ്പൊ അത്രയും ഓർഡർ അവർ എടുത്തിട്ടുണ്ട്. അവർ ഹോൾസെയിലിന് ദിയ കൃഷ്ണയിൽ നിന്ന് വാങ്ങിയേക്കാണ്. ദിയ കൃഷ്ണ എന്ന ഹോൾസെയിൽ കൊടുത്തില്ല. പുള്ളിക്കാരി ആദ്യം കേട്ടപ്പോൾ ഞെട്ടി, കാര്യം ഹോൾസെയിൽ കൊടുക്കാറില്ല, ഒന്നാമത്തെ കാര്യം. അങ്ങനെ അവരെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഇതണക്കെ കടയിൽ നിന്ന് അവർ ഹോൾസെയിൽ വാങ്ങിയിട്ടുണ്ട്. ഹോൾസെയിൽ വാങ്ങി അവിടെ വിറ്റ്. അപ്പൊ ഇനി ഓർഡറും കൂടി തരണമെന്നും പറഞ്ഞിട്ട് അവർ സംസാരിച്ച് വെച്ച്. അപ്പം ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഡീപ്പായിട്ട് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയതും അവർ സമ്മതിക്കുകയും ചെയ്തു. അതിന്റെ അടുത്ത ദിവസം കൊണ്ടുവന്ന് ഇവര് ക്യാഷ് 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ എത്ര കണ്ട് കുറച്ച് പണം കൊണ്ടുകൊടുക്കുകയും സംസാരിക്കാനും കാല് പിടിക്കാനൊക്കെ നോക്കി. അപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത്. അപ്പൊ അവരുടെ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ 3 പേരും ഒരുമിച്ച് റിസൈൻ ചെയ്യുകയും പിന്നീട് ഇവര് ഇതണക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവരാണ് ആദ്യം കേസ് കൊടുത്തത്. കൃഷ്ണകുമാറും ദിയ കൃഷ്ണയ്ക്കാണ് കേസ് കൊടുത്തിരുന്നത് ആദ്യം. ഇവര് കൊടുത്തതിന് ശേഷമാണ് അവര് കൗണ്ടർ കേസ് കൊടുത്തേക്കുന്നത്. അതും ഇതൊക്കെ പറഞ്ഞിട്ടാണ്, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു, അത് ഭീഷണിപ്പെടുത്തി, പണം തട്ടി എടുത്തെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയും പിടിച്ചു വെക്കുകയൊക്കെ ചെയ്തു, സ്ത്രീത്വത്തെ അപമാനിച്ചു, ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, തൊഴിലാളികളെ അധിക്ഷേപിച്ചു, അങ്ങനെ പല പല കുറ്റങ്ങൾ എഴുതിയാണ് FIR ഇട്ടേക്കുന്നത്, കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ നന്നായിട്ട് മനസ്സിലാവും. ഇവര് മാന്യമായിട്ടാണ് ചോദിച്ചേക്കുന്നതും വെള്ളം കൊടുക്കുകയും ഫ്രൂട്ട് കൊടുക്കുകയും നല്ല രീതിക്കാണ് സംസാരിക്കുകയൊക്കെ ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യത്തിലും ഈ പറഞ്ഞ കാര്യം, ഈ വർക്കേഴ്സ് പറഞ്ഞ കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അംഗീകരിക്കാനും പറ്റത്തില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അതെങ്ങനെയാ കാര്യങ്ങൾ. പക്ഷെ കൃഷ്ണകുമാർ തന്നെ പറയുന്നുണ്ട് കേസ് ആദ്യം പോയേക്കുന്നത് ഇവർ ആദ്യം കൊടുത്ത കേസിന്റെ പേരിലല്ല അന്വേഷണം ആദ്യം തുടങ്ങിയത്, മറ്റൊരു ഓപ്പോസിറ്റ് നിന്നവർ കൊടുത്തതിന്റെ പേരിലാണ് ആദ്യം കേസ് പോയേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. കൂടുതൽ അന്വേഷണം നടന്നത് അതിന്റെ പേരിലാണെന്നാണ് കൃഷ്ണകുമാറും കുടുംബവും പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ ഡീപ്പായിട്ടൊന്ന് ആലോചിക്കണം. ഒന്ന്, അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്ത്രീകളാണ്, അങ്ങനെയുള്ള കരുതിയിട്ടുള്ള മുൻഗണനയാണ് കൊടുത്തത്, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലും കളി നടന്നിട്ടുണ്ടോ എന്ന് നമ്മളത് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഒരു കേസിൽ കാര്യം പറ്റിക്കപ്പെടുകയും ചെയ്തു, പറ്റിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം പറ്റിച്ചുകൊണ്ട് പോയൊരു കേസും കൊടുത്ത് ആ കേസും ഇവർക്കെതിരെ തിരിയും എന്ന രീതിയിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ സൊസൈറ്റിയുടെ പോക്ക് എങ്ങോട്ടാണ്. ഇപ്പോൾ ഒരു സാധാരണക്കാരനായാലും ഒരു രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്തവനും അല്ലെങ്കിൽ പണം ഇല്ലാത്തവനാണെങ്കിലും കേസ് കൊടുത്താൽ ഏത് രീതിയിലാണ് വളച്ച് കേസ് പോകുന്നതെന്ന് നോക്കിയോ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. കൃഷ്ണകുമാർ പിന്നെ ഡയറക്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് മുഖ്യമന്ത്രി ഡയറക്റ്റ് ഇടപെട്ടിട്ടാണ് കേസ് പിന്നെ നേരെ രീതിയിലായി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. ഇതിൽ രാഷ്ട്രീയപരമായ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നും കൂടി ആലോചിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർക്കേഴ്സ് പറഞ്ഞേക്കുന്നത് ഒന്നെങ്കിൽ വക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഐഡിയയിലായിരിക്കും ഇതൊക്കെ വന്ന് ഇങ്ങനെയുള്ള ഇത്രയും പേര് അവരും കൂടി ആലോചിച്ചിട്ടായിരിക്കും ഇത്രയും കേസുകളും ഇതൊക്കെ കൊടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ആരെങ്കിലും ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഈ കേസ് ഒരു രാഷ്ട്രീയപരമായി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിട്ട് വരുവാണ്, അപ്പൊ ആ രീതിയിൽ മുതലെടുക്കാൻ നോക്കിയിട്ടുണ്ടോ എന്നും കൂടി അന്വേഷിക്കണം. കാര്യം ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കുക എന്ന് പറയുന്നത് അത് അത്ര നല്ല കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, പറ്റിക്കപ്പെടും, ഇത്രയും കാശ് കയ്യിൽ നിന്ന് പോയി, പറ്റിച്ചോണ്ട് പോയൊരു കേസ് കൊടുത്ത് ഇപ്പൊ ഈ ഒരു ഡിജിറ്റൽ തെളിവില്ലായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്. മുമ്പുണ്ടായ വിവാദങ്ങളെല്ലാം ഓൾറെഡി കുറെ ഓഡിയൻസ് അല്ല ഇവർക്കെതിരാണ്. അപ്പൊ ഏത് രീതിയിലായിരിക്കും ആ ടോക്ക് പോവുക? പിന്നെ പുറകെ അറിയാലോ റിയാക്ഷൻ ചാനലുകാരുടെ ഒരു ബഹളവും ഇതെല്ലാം കൂടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ അവർ പൂർണ്ണമായും കുറ്റക്കാരാക്കി സമൂഹം അംഗീകരിക്കുകയും ചെയ്യും, ക്രൂശിക്കുകയും ചെയ്യും. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അന്യായ സൈബർ അറ്റാക്ക് വരുന്നതാണ്. എന്തോ ഒരു ഭാഗ്യത്തിനാണ്, അവരുടെ ഭാഗ്യത്തിനാണെന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു ഡിജിറ്റൽ തെളിവ് അവർക്ക് എടുക്കാൻ തോന്നിയത്. അത് വളരെ നന്നായി. എല്ലാവരും എങ്ങനെ ഇരുന്നതിനെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ അക്കൗണ്ടബിലിറ്റി അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ബിസിനസ്സിൽ മെയിൻ ആണ്. അതിന്റെ സ്റ്റോക്ക് വരുന്ന കാര്യമാണെങ്കിലും ടാക്സ് എൻ്റെ ആണെങ്കിലും ഡെയിലി ബാലൻസും കാര്യങ്ങളും എല്ലാം നമ്മളത് ഒരു നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. എത്ര വിശ്വാസമുള്ളവരായാലും എത്ര ബന്ധുക്കാരാണെങ്കിലും ആരെ നിർത്തിയതാണെങ്കിലും കൂടി നമ്മളത് ചെക്ക് ചെയ്യുക. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഒരു ബിസിനസ് നടത്തുമ്പോൾ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കാര്യം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ മാത്രം ബിസിനസ് തുടങ്ങും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഈ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ ഇപ്പൊ കൃഷ്ണകുമാറിനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം പുള്ളിക്കാരിക്ക് അതിനുള്ള ചിലപ്പം എന്താ കാര്യം എന്നറിയത്തില്ല, അത് പുള്ളിക്കാരുടെ മിസ്റ്റേക്ക് തന്നെയാണ് അത് ചെക്ക് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ കൃഷ്ണകുമാർ അത് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്യണമായിരുന്നു. അതല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ്
ഇതൊന്ന് ഡീൽ ചെയ്യണമായിരുന്നു. കാര്യം കൂടുതലും ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാവുന്നത് കാര്യം ഈ ഫീൽഡിലൊക്കെ കൂടുതലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളായ എന്ന രീതിയിൽ കൃഷ്ണകുമാറിനും അതേപോലെ ഹസ്ബൻഡിനും അതിനെപ്പറ്റി നല്ല നോളജ് കാണുമായിരിക്കും. ചിലപ്പോൾ പുള്ളിക്കാരിക്കും നോളജ് കാണുമായിരിക്കും, ചിലപ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ ഇട്ടിട്ട് പോയതായിരിക്കും. എന്നാൽ കൂടിയും ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കായിരുന്നു. പക്ഷെ അതും ആരും ചെയ്തതുമില്ല, ആരും ശ്രദ്ധിച്ചതുമില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമ്മളത് ബിസിനസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എന്തായാലും വർക്കേഴ്സ് പെടും. കാര്യം അവരുടെ കയ്യിൽ ഡിജിറ്റൽ തെളിവുണ്ട്. അവർ ഓൾറെഡി അവർ സമ്മതിച്ച് ഞങ്ങൾ പറ്റിച്ചിട്ടുണ്ടെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് ഓപ്പണായിട്ട്. അപ്പൊ അത് വീഡിയോ കണ്ടാലും അറിയാം, ഭീഷണിപ്പെടുത്തിയോ ഒന്നുമല്ല. അവർ മാന്യമായിട്ടാണ് ചോദിക്കുന്നത്, ഇവർ സമ്മതിച്ചേക്കുന്നത്. പിന്നെ ഇവർ ഈ പറഞ്ഞേക്കുന്ന ഒരു കാര്യത്തിനും, അതായത് ജാതി പറഞ്ഞെന്ന് പറഞ്ഞ കാര്യത്തിനോ ഒന്നിനും ഒരു തെളിവില്ല. ചുമ്മാ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കോടതിയിൽ നിൽക്കത്തേയില്ല, ഒരു തെളിവില്ല. പിന്നെ ആകെ തെളിവ് പറയാന്ന് പറഞ്ഞാൽ ഇവരൊരു വോയിസ് പുറത്തുവിട്ടത്, ദിയ കൃഷ്ണ വോയിസ് പുറത്തുവിട്ടത്, ഇവരെ വിളിച്ചിട്ട് കുറെ ചീത്തയും വിളിച്ചിട്ടുണ്ട്, കുറെ ദേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോ ആരായാലും ചെയ്യും. കാരണം ഇത്രയും ലക്ഷം രൂപ, അത് ആദ്യം ഇത് അറിഞ്ഞിട്ടില്ല. ആദ്യം ഏതാണ്ട് 1-2 ലക്ഷം രൂപ പോയിട്ടുള്ളൂ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ സംസാരിച്ചത്. ബാക്കിയും കൂടി അറിഞ്ഞു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട്, നല്ല ഹൈപ്പി ഇമോഷൻസ് ഒക്കെ വരുന്ന ഒരു ടൈം ആയതുകൊണ്ട്, ഇതിങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്കും വിളിച്ച് നല്ല ചീത്തയും വിളിച്ചിട്ടുണ്ട്, വഴക്കും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തന്നെ ആ വോയിസിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും സ്വന്തം പെങ്ങന്മാരെ പോലെ കൊണ്ടു നടന്നിട്ട് നിങ്ങൾ അപ്പൊ ആരായാലും അത് പ്രതികരിക്കാം, ആരായാലും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ഇവർ ഈ വോയിസ് വിടുമ്പോൾ ഇവർ കരുതി ഇങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും, ജോലിക്കാരെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഇവർക്കെതിരെ, അതായത് കൃഷ്ണകുമാറിനെയും ദിയകൃഷ്ണയ്ക്കെതിരെ ആളുകളെല്ലാം തിരിയും. പിന്നെ ഇവരുടെ പഴയ കാര്യങ്ങളെല്ലാം അറിയാലോ, വിവാദങ്ങൾ, അത് വെച്ചിട്ട് എല്ലാവരും തിരിയും, പ്രശ്നം ഉണ്ടാക്കും, ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ ഈ വോയിസ് വിട്ടത്. ഇതെല്ലാം അവർക്ക് എതിരെയായെന്നുള്ളതേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ജനങ്ങളെല്ലാം ചോറ് തന്നെ കഴിക്കുന്നത്, അവർക്ക് മനസ്സിലാക്കാൻ വലിയ ഇതൊന്നുമില്ല. ഡിജിറ്റൽ തെളിവ് ഉണ്ടായതിന്റെ പേരിൽ ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല. ഇവർ ഈ കാണിച്ച അതിബുദ്ധിയാണ് അവർക്ക് വിനയായി മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ വെൽ പ്ലാൻഡ് ആയിരുന്നു. അതായത് ആ സമയത്ത് ഇവര് ഡിജിറ്റൽ തെളിവ് ഈ കൃഷ്ണകുമാറും ദിയകൃഷ്ണൻ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവര് മനസ്സിലാക്കിയതിന്റെ ഒരു കുറ്റബോധവും പിന്നെ ഒരു ഞെട്ടലും കൊണ്ടാണ് അവരത് സമ്മതിച്ചത്. അതിനു മുമ്പേ ഇവർ വെൽ പ്ലാൻഡ് ആയിരുന്നു, എങ്ങനെ നിൽക്കണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവര് പിടിക്കപ്പെട്ടാൽ എങ്ങനെ ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും നല്ല വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു കുറ്റം അവർ മീഡിയയിലൊക്കെ വന്ന് സംസാരിക്കുന്ന രീതിയെ കണ്ടാൽ പറയൂ, അത്രയും നല്ല കംഫർട്ടായിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത്ര ഉറപ്പിലാണ് അവർ സംസാരിക്കുന്നത്. അവർ സംസാരിച്ചങ്ങ് എന്തൊക്കെയാ പറഞ്ഞത്, അപ്പൊ അത് എല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അവർ കുടുങ്ങും. അവര് പറഞ്ഞ വർക്കേഴ്സ് പറഞ്ഞ ഒരു പരാമർശത്തിനും ഒരു വാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പം ഇവരെന്തായാലും കുടുങ്ങും. പിന്നെ കോമ്പൻസേഷൻ എന്തോ ഇവർക്ക് കൃഷ്ണകുമാറിനും ഫാമിലിക്കും ഇതൊരു കോടതിയിൽ പോയി കേസ് കൊടുത്ത് ഭയങ്കര സീനാക്കണമെന്നൊന്നും താല്പര്യമില്ല. കാര്യം ഒന്നാമത് പറഞ്ഞാൽ ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്, വേറെ വർക്കൊക്കെ ഉള്ളവരാണ്, ബിസിനസ് ഉള്ളവരാണ്. അപ്പൊ അവർക്ക് ടൈമിനാണ് വില, ക്യാഷിനെ കാട്ടി അവർക്ക് ടൈമിന് വിലയുണ്ട്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നമ്മൾ കേസ് കൊടുത്തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേസിന്റെ പുറകെ എത്ര നാൾ നടക്കണമെന്ന്. ഇതൊക്കെ 10, 15, 20 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതൊക്കെ റിസൾട്ട് വരുന്നത്. അപ്പൊ എന്തോരം പെട്ടെന്ന് നടക്കണമെന്ന് അറിയും, ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് പറഞ്ഞാൽ അവരും കോമ്പൻസേഷന് റെഡി ആയെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ആദ്യമേ 3 ലക്ഷം, 8 ലക്ഷം, പിന്നെ 5 വെച്ചാണെങ്കിലും മൊത്തം 23 ലക്ഷം കണ്ട് കോമ്പൻസേറ്റ് അങ്ങനെ എന്തോ ചെയ്തെന്ന് കണ്ട ഒരു ഇന്റർവ്യൂവിൽ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. ഏകദേശം അത്രയ്ക്ക് വരത്തുള്ളായിരിക്കും അവര് പറ്റിച്ചതും. സ്റ്റോക്ക് ഉൾപ്പെടെയല്ലേ അവര് മറിച്ചു വിറ്റത്. അപ്പൊ അത് അത്ര വരത്തുള്ളായിരിക്കും. അത് വെച്ചിട്ട് അവര് ചിലപ്പോൾ കുറച്ചൊരു നഷ്ടം അവർ സഹിക്കാൻ റെഡി ആവുമായിരിക്കും. കാര്യം ഇതിന്റെ പുറകെ നടന്ന് ഇത് നടക്കുന്നതിൽ ഇത് ബെറ്റർ ആണ് എന്ന് അവർ കരുതി കാണും. അപ്പൊ അതുകൊണ്ടായിരിക്കും അവരത് ഡീൽ ചെയ്തത്. പിന്നെ ചില റിയാക്ഷൻ ചാനലുകാർ പറയുന്നുണ്ട് അത് കള്ളത്തരമാണ്, അങ്ങനെയൊക്കെ ഇത്രയും ക്യാഷ് വേണ്ടെന്ന് വെക്കൂ എന്നൊക്കെ പറയുന്നത്. സമയത്തിനും പണത്തിനും കട്ടി മൂല്യം ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ക്യാഷ് ഒക്കെ അവർ വേണ്ടെന്ന് വെച്ചിട്ട് സമയത്തിന് പുറകെ പോകത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടും കൂടുതലാണ്. അതുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കത്തുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ആ ഒരു ഇത് വെച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവരുടെ വിവാദങ്ങൾ ഇതോടൊക്കെ എത്തിക്കഴിഞ്ഞു. പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റേത് കേസ് എന്തോ എന്നിട്ട് കേസിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതൊന്നും വെളിയിൽ വന്നിട്ടില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിലാണ് എൻ്റെ അഭിപ്രായം, ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ബൈ.